ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ അതിനനുസൃതമായ ഒരു ജീവിതത്തിലേക്കല്ല എത്തിപ്പെട്ടതെങ്കിൽ, ഒട്ടും തന്നെ എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ അതൊക്കെ ഉദരവ്യാധിയിലേക്ക് വന്നിട്ട് കൂടെ കാണും. പൂർവ്വജന്മഫലം നമ്മൾ നോക്കുന്നതിന് രാഹു കേതുക്കളെയാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. കേതുവിൻ്റെ രാശിയുടെ നാഥൻ, കേതു നിൽക്കുന്ന രാശിയുടെ അധിപനെ കുറിച്ചും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പരിഹാര നിർണയം നടത്തുന്നത്. ദ്രേക്കാണം. സഞ്ജയൻജി നമസ്കാരം, ബാക്കിലേക്ക് സ്വാഗതം. സന്തോഷം കണ്ടതിൽ. ദ്രേക്കാണം എന്ന് പറയുന്നൊരു ചാർട്ടുണ്ട് ജ്യോതിഷത്തില്. പല ജ്യോതിഷന്മാരും ഒരു ദൈവജ്ഞന്റെ അടുത്തേക്ക് സാധാരണ ഒരു ജാതകൻ വരുന്ന സമയത്ത്, ജാതകന്റെ വിഷമം കൊണ്ടാണല്ലോ വരുന്നത്, സന്തോഷം വരുന്ന സമയത്ത് ആരും വരാറില്ല. അപ്പോ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാശിക്കുണ്ടലി മാത്രമാണ് നോക്കുക, അല്ലെങ്കിൽ നവാംശം കൂടെ നോക്കും. നമ്മളിത് പല പേരോടെയും സംസാരിച്ചു. ഇപ്പോൾ സഞ്ജയൻജിയോട് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ രാശിയും നവാംശവും വിട്ട് ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ട്. അഷ്ടകവർഗം, ഷോഡശവർഗം, ഇങ്ങനെ ദ്രേക്കാണ ചാർട്ടുകൾ നോക്കുന്ന സമയത്ത് ഒരാളുടെ ആയുർദൈർഘ്യം വരെ നമുക്ക് നോക്കാൻ കഴിയും എന്നുള്ളതാണല്ലോ പ്രമാണം. സോ താങ്കളുടെ ഒരു അഭിപ്രായം പറയാമോ? എന്താണ് താങ്കൾ അങ്ങനെ ബാക്കിയുള്ളത് നോക്കാറുണ്ടോ, അല്ലെങ്കിൽ ഫലഭാഗങ്ങൾ മാത്രമാണോ പറയാറുള്ളത്? ഒന്ന് പറയാമോ? ഗ്രഹനില നോക്കുമ്പോൾ നമ്മൾ ഈ ദ്രേക്കാണത്തിനും അല്ലാതെ നമ്മൾ രാശി, നവാംശകം ഇതെല്ലാം നോക്കുന്നതിനും അതാതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അതെ. പക്ഷെ ദ്രേക്കാണം നോക്കി ഫലം പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നമ്മൾ സാധാരണയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രഹനില, അംശകം, നവാംശകം വെച്ചിട്ട് നോക്കുക എന്നുള്ളതാണ്. ഗ്രഹനിലയിൽ എന്തെങ്കിലും ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ, ഒരു ആശയക്കുഴപ്പം ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ ഭാവം, രാശിയാധിപത്യം ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴൊരു എന്തോ ഒരു കുറവ് എന്ന് സ്വയം തോന്നിയാൽ അതിനെ പൂരിപ്പിക്കാൻ വേണ്ടി നവാംശകത്തിനെ ആശ്രയിക്കും. ദ്രേക്കാണത്തിനൊക്കെ അത്രയും വലിയ സാധ്യതകൾ കൊടുത്തല്ല ഞാനൊക്കെ നോക്കാറുള്ളത്. പിന്നെ അവിടെയും വീണ്ടും നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇപ്പൊ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്നത്, ഞാൻ പൂർവ്വജന്മത്തെക്കുറിച്ച് ശരിക്കും പറയുന്നുണ്ട്. ഇപ്പൊ ഗ്രഹനിലയെക്കുറിച്ച് മെഡിക്കൽ അസ്ട്രോളജി കൂടുതലായിട്ട് പലരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ഒരാൾക്ക് ജന്മസിദ്ധമായി വരാനിരിക്കുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കാം. അതാണല്ലോ മെഡിക്കൽ അസ്ട്രോളജി. അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ദ്രേക്കാണത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ ദ്രേക്കാണവും കൂടി കുറച്ച് നോക്കും. കാരണം ദ്രേക്കാണത്തിൽ ആദിത്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ഒരു രാഹു, ഇവരൊക്കെ രോഗങ്ങളെ സംഭാവന ചെയ്യുന്നതിൽ കൂടുതൽ പ്രാധാന്യം വരും. അപ്പോൾ ആദിത്യനും ചന്ദ്രനും രോഗം തരുന്നതിൽ പൂർവ്വജന്മ രോഗങ്ങൾക്ക് കുറച്ചൊരു പ്രാധാന്യമുണ്ട്. ശരിയാ. അപ്പോൾ ഈ ജന്മത്തിൽ രോഗങ്ങൾ വരാനിരിക്കുന്നത് ഈ ജന്മത്തിൽ ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ നിൽപ്പും ഭാവവും നോട്ടവും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പൂർവ്വജന്മകൃതമായി പല രോഗങ്ങളും വരും. പൂർവ്വജന്മകൃതമായതിനെ ഈ ജന്മത്തിൽ കൂടുതൽ പ്രോത്സാഹകമായിട്ട് ഈ ജന്മത്തിൽ മറ്റു ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ പൂർവ്വജന്മഫലം നമ്മൾ നോക്കുന്നതിന് രാഹു കേതുക്കളെയാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. രാഹു നിൽക്കുന്ന ഏത് രാശിയിലാണോ ആ രാശിയുടെ അധിപൻ, ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹം എന്നിവ രണ്ടും തന്നെയാണ് രോഗങ്ങൾക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി പൂർവ്വജന്മത്തിലെ എല്ലാ സ്മൃതികളും, ഓർമ്മകൾ, ചെയ്തിരുന്ന ജോലി. ഇപ്പൊ ശുക്രക്ഷേത്രത്തിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ ശുക്രനെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൂർവ്വജന്മ സ്വഭാവത്തിൽ ശുക്രനുമായി ബന്ധപ്പെട്ടിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം അനലൈസ് ചെയ്തിട്ട് അയാൾ ചെയ്തിരുന്ന ജോലി എന്താണെന്ന് കണ്ടെത്താനൊക്കെ. ഇപ്പോൾ ശുക്രന്റെ രാശിയിൽ രാഹു നിൽക്കുന്നു, പക്ഷെ അവിടെ ചൊവ്വയാണ് നിൽക്കുന്നത്. തുലാം രാശി എടുത്തു എന്ന് വയ്ക്കുക. തുലാം രാശി ശുക്രന്റെ സ്വക്ഷേത്രം. അതെ. അപ്പോൾ അവിടേക്ക് രാഹു ഉണ്ട്, കൂടെ ചൊവ്വയും ഉണ്ട് എങ്കിൽ ചൊവ്വയെ അടിസ്ഥാനമാക്കിയും രാശ്യാധിപനാകുന്ന ശുക്രനെയും കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ പിന്നെ പൂർവ്വജന്മത്തിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾക്ക് സൂക്ഷ്മമായിട്ട് കണ്ടെത്താനൊക്കെ ഇയാൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, ഇയാൾ ആരൊക്കെയായിരുന്നു, അതിനെ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ, ഒന്നുകൂടെ കൃത്യത കൈവരിക്കാൻ നമുക്ക് 9ാം ഭാവം കൂടി എടുത്ത് ചിന്തിക്കാം. 9ാം ഭാവം ഭൂതകാലമാണല്ലോ, അങ്ങനെയും കൂടി എടുത്ത് ചിന്തിക്കാം. പിന്നെ അതിന് പരിഹാരം ചിന്തിക്കേണ്ടത്, അതിൽ ദോഷങ്ങളായിരിക്കും മിക്കതും. ഗുണങ്ങളുണ്ടാകും, ദോഷങ്ങളുണ്ടാകും. പൂർവ്വജന്മത്തിൽ ഒരു 90% ദോഷം വരുത്താനുള്ള കാര്യങ്ങളുമായിട്ടാണ് ജനങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ വലിയ ഋഷിത്വം ഉള്ളവർ, അല്ലെ സൂപ്പർ കോൺഷ്യസ് ലെവലിൽ നിൽക്കുന്നവരാരും തന്നെ ജ്യോതിഷത്തിന് സാധാരണ വരുന്നില്ലല്ലോ. അപ്പം മിക്കവാറും നമ്മൾക്ക് ഈ ദോഷം ഉണ്ടെന്നുള്ളത് ഉറപ്പിക്കാം.
പിന്നെ അതിൻ്റെ ആധിക്യം എത്ര ആയിരിക്കും, അത് എത്രമാത്രം ഏറ്റക്കുറച്ചിലുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതിന് നമ്മൾ രാഹുവിനെയും രാഹു നിൽക്കുന്ന രാശിയുടെ അധിപനെയും കൂടെ നിൽക്കുന്ന ഗ്രഹത്തെയൊക്കെ നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾ കേതു നിൽക്കുന്ന രാശിയെയും കേതുവിൻ്റെ രാശിയുടെ നാഥൻ, കേതു നിൽക്കുന്ന രാശിയുടെ അധിപനെ കുറിച്ചും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പരിഹാര നിർണയം നടത്തുന്നത്. ഇതിൽ നമ്മൾ വരുമ്പോൾ ഇതിപ്പോൾ പൂർവ്വജന്മകൃതമായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ വെച്ച് നമുക്ക് പൂർവ്വജന്മ രോഗങ്ങളെക്കുറിച്ചും പൂർവ്വജന്മത്തിലെ ചില പ്രവൃത്തികളുടെ ഫലത്താൽ വരാവുന്ന രോഗങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ വെച്ച് നമ്മൾ ദ്രേക്കാണത്തെക്കുറിച്ചൊന്ന് പിടികൂടുന്നല്ല. കാരണം ഇപ്പൊ ആദിത്യനും ചന്ദ്രനും ഒക്കെ ശ്രേഷ്ഠഭാവത്തിൽ നിൽക്കുന്നു. ശ്രേഷ്ഠഭാവം വെച്ചാൽ ഞാൻ സമഗ്രമായിട്ടാണ് പറഞ്ഞത്. ഭാവം കൊണ്ടും ദൃഷ്ടി കൊണ്ടും യോഗം കൊണ്ടും സ്വക്ഷേത്ര മൂലക്ഷേത്ര ഉച്ചക്ഷേത്ര ബലവും കൂടിയും വെച്ച്, അതാണ് സമഗ്രം എന്ന് പറയുന്നത്. ഇത്രയും കൂടെ വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ പിന്നെ സാധാരണ കണ്ണടയ്ക്കും, ഇത്ര ആയല്ലോ. അവിടെ വെച്ച് പിന്നെയും നമ്മൾ ചിന്തിക്കണം. അപ്പോഴും നമ്മൾ ദ്രേക്കാണത്തിലേക്ക് ഒന്ന് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ മെഡിക്കൽ അസ്ട്രോളജിയിൽ ഒരു വിഷയമുള്ള വളരെ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ കണ്ടെത്തിയൊരു വിവരം, ഈ ആത്മീയ മേഖലകളിൽ പൂർവ്വജന്മത്തിൽ ഉയർന്നവരെല്ലാം ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ അതിനനുസൃതമായ ഒരു ജീവിതത്തിലേക്കല്ല എത്തിപ്പെട്ടതെങ്കിൽ, ഒട്ടും തന്നെ എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ അതൊക്കെ ഉദരവ്യാധിയിലേക്ക് വന്നിട്ട് കൂടെ കാണും. ഉദരവ്യാധിയും കാണും. അത് എനിക്കിതിലൊക്കെ കുറേ കൂടെ ഒരു ഗവേഷണം, ഈ നാഡീ ജ്യോതിഷത്തിലെ ഫലങ്ങൾ വന്നു. എൻ്റേത് തന്നെ ഒരു കാലത്ത് കുറച്ചു കാലം മുമ്പ് നോക്കി, അഗസ്ത്യനാഡി നോക്കി. അപ്പോൾ അതെല്ലാം 100% ശരിയായിരുന്നു. അതിനുശേഷം ഞാൻ പരിഹാരം ചെയ്ത് സമ്പൂർണ്ണമാക്കിയതിന് ശേഷം, അതെല്ലാം മാറിയതിന് ശേഷം അത്രയും ഗ്രാവിറ്റി ഉള്ള ചില ക്ലയൻസിന് ഇനിയും നിങ്ങളൊന്ന് അഗസ്ത്യനാഡി പോയി നോക്കൂ എന്ന് പറഞ്ഞിട്ടപ്പോൾ ഞാൻ പറഞ്ഞതും അവിടെ പറഞ്ഞതും ഒന്ന് തന്നെ. പക്ഷെ എനിക്കിതിനകത്ത് വരുന്ന ഒരു പ്രശ്നമുള്ളത്, പൂർവ്വജന്മ പേര് ഈ ജന്മത്തിലെ പേരൊന്നും സാധാരണ ജാതകം നോക്കിയൊന്നും എനിക്ക് പറയാനൊക്കില്ല. നാഡിയിൽ പേര്, പൂർവ്വജന്മ പേര്, ഈ ജന്മത്തിലെ പേര്, ഗ്രഹനില വരെ ഇങ്ങ് തരും. എനിക്ക് ഗ്രഹനിലയൊക്കെ തന്നായി. അതൊന്നും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ജ്യോത്സ്യനും സംഭാവ്യമാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അവിടെ അതേ ഒരു കുറവ് വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ എൻ്റെ യാത്ര വളരെ ശരിയാണ്. ഈ പ്രെഡിക്ഷൻ മേഖലയിലെ, പ്രവചന മേഖലയിലെ എൻ്റെ യാത്ര വളരെ ശരിയാണെന്നുള്ള ഒരു നീക്കത്തിലേക്ക് വന്നു. പിന്നെ നമ്മൾ പ്രശ്നമാർഗത്തിലൊക്കെ അനുഷ്ഠിക്കുന്നതും നിലവിലുള്ള പല ഗ്രന്ഥങ്ങളിൽ നിന്ന് അനുഷ്ഠിക്കുന്നതുമായ പല ശൈലിയിലൂടെയുള്ള ചില കാര്യങ്ങളുടെ പ്രവചനം ഞാൻ തന്നെ മാറ്റിവെച്ചിരുന്ന ഏരിയകളുണ്ട്. അതങ്ങനെ പറഞ്ഞാൽ ശരിയാവാൻ വഴിയില്ല, അതെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നി, എല്ലാം കുഴപ്പമായിരുന്നു എന്ന് കൺഫേം ചെയ്യാനും ഒത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഗ്രഹനിലയിൽ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഏതെങ്കിലും ഗ്രഹനില നമ്മൾ എടുക്കുമ്പോൾ ഉച്ചരാശിയിലുള്ള ഗ്രഹത്തെയും നീചരാശിയിലുള്ള ഗ്രഹത്തെയും നമ്മൾ ആദ്യമേ നോക്കുമല്ലോ. അപ്പോൾ നീചരാശിയിലുള്ള ഗ്രഹങ്ങൾക്ക് നീചഭംഗ രാജയോഗം സംഭവിച്ച നീചത്വത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. നീചഭംഗ രാജയോഗത്തെക്കുറിച്ച് കൂടുതലായിട്ടാരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല.